ഒരുത്തനുമില്ല. ഉത്തരമരുള അരുളാദേവ അനുഗ്രഹിക്കാം. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് വിശ്വസിക്കുന്ന അടുത്തതായും ജീവനോദനമായും മൃത്താനുഷ്ഠാവായിരിക്കുന്ന പ്രകാരം സംഭവിച്ചു. യേശു വരുന്നെന്ന് കേട്ടിട്ട് മാർത്താവിനെതിരെ കണ്ടിരുന്നു. മറിയ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, താവേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെന്ന് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തവനോട്, ഒടുവിലത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ചെയ്യുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അവളവനോട്, കർത്താവേ, ലോകത്തിൽ വരാനിരിക്കുന്ന ദൈവത്തിനായ നീയെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലാസ്വാദന പ്രതിവാക്യമായി ചൊല്ലണം. ഭരണത്തിന്റെയും വേർപാടിന്റെയും ദൈവനും ആത്മാക്കളുടെയും സർവ്വജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവരുമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നുവെന്ന്
അരുളി ചെയ്തവനാ ഞങ്ങളുടെ വശിയാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ വശിയാതമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുവാൻ നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായി സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണം. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം.
King.
വിജയിച്ചുവരുന്നു. ഞങ്ങളുടെ പ്രദേശത്തിനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ ദിനായത്തിൽ പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് എത്തിക്കുന്നു. സഹോദരേ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കിണറുകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ തരപരവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരമല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേവിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നോ നമ്മുടെ അവസാനമെങ്കിൽ? സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിഞ്ഞങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാറിപ്പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടി പോകുന്നുവെന്നും അവയിൽ പാടി കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഇടനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയാം. New Hope Community Church, 2 Hercoma Street, New Hyde Park. നമ്മുടെ സെമിനാറിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ്സിന് താഴെയുള്ള ഡ്രൈവ് എന്ന് പറയുന്നത്. എല്ലാവരും അവിടെ വന്ന് ഫെലോഷിപ്പ് ലാസ്റ്റ് പ്രാർത്ഥനയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെലോഷിപ്പ് ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകാം. പ്രത്യേക റിക്വസ്റ്റാണ് ജോസിന്റെയും ജസ്റ്റിന്റെയും ജോഷുവയുടെയും പ്രത്യേക റിക്വസ്റ്റ്. എല്ലാവരും ഇതിൽ സംബന്ധിച്ചിട്ടേ പോകാവൂ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗീയമാനകമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും സ്തുതിയും ഭൂമി സമാധാനവും നിരക്കും മനുഷ്യർക്ക് നല്ല പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സുഹൃത ശബ്ദം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുകയും നിന്റെ മാത്രത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തോടിരിക്കുന്നവനെ ഏതോന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധരുടെ കൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവുമാകുന്നു. ആമീൻ. യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. നിന്റെ മരണത്താനാണ് മരണം പോന് പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസം പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും മോചനത്തിനുള്ള മാമോദീസ പറക്കുമാർ സ്തോമൻകാലോ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും ഭരണങ്ങളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നവരിലെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയമുള്ളവരെ കർത്താവിന്റെ സന്ധ്യയിൽ ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ പുനരുദ്ധാനത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അവരെ കാണാമെന്നുള്ള ആ ഒരു പ്രത്യാശയിൽ ഞങ്ങൾ അവരെ യാത്ര അയക്കുന്നു. ഈ വേർപാട് കർത്താവെ ഞങ്ങൾക്ക് ദുഃഖം ഉളവാക്കുന്നതാണ്. അവിടുത്തെ വചനം, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്ന ശക്തിക്കായിട്ട് സ്തുതി. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഇത്രത്തോളം വ്യാപരിച്ച ദൈവയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഈ പ്രിയ ദാസിയുടെ ഭൗതിക ശരീരത്തെ ഞങ്ങൾ ഈ മണ്ണിലേക്ക് ഏൽപ്പിക്കുമ്പോൾ സ്വർഗീയ പിതാവെ, നിത്യജീവന്റെ പ്രത്യാശയാൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും നിറയ്ക്കണം. ജോസ്യാനെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളെയും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം അവിടുന്ന് നൽകണമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ കാക്കണമേ. ദൈവമേ, ശുശ്രൂഷയെ ഒരുമിച്ച് സംബന്ധിച്ച് എല്ലാവരെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിക്കുവാൻ കൈത്താങ്ങലാകുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തെ കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ജീവനമേ ഞങ്ങൾക്ക് ആവശ്യമായ ശിക്ഷിക്കുന്ന പോലെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് രാജ്യശക്തിയും ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒന്ന് സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ